ഈ ഒരു നെക്കിനെ ഇതുപോലെ ആക്കി എടുത്തതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എനിക്ക് ആദ്യം വാങ്ങിച്ചൊരു റെഡിമെയ്ഡ് ടോപ്പായിരുന്നു. അപ്പോൾ അന്നേരം ഇത് ഫുൾ സ്ലീവും പിന്നെ ഫുള്ള് ലെങ്ത്തൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഫുൾ സ്ലീവ് ആക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ അതിന് വർക്ക് നെറ്റ് ക്ലോത്ത് ഞാൻ എടുത്തിട്ട് ഫുൾ സ്ലീവും പിന്നെ അതേ വർക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ അടിയിൽ ഫുൾ ലെങ്ത്തും ആക്കിയിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് നമ്മൾ ജോർജറ്റ് ക്ലോത്താണ് അതിന് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ് ആക്കിയിട്ട് ഈ വർക്ക് നെറ്റ് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ വെച്ച ഇതേ ജോർജറ്റ് ക്ലോത്ത് തന്നെയാണ് ഞാൻ ഇതിന് ഷോളും ആക്കി എടുത്തിട്ടുള്ളത് ചുറ്റിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ നെക്ക് നമുക്ക് കുറച്ചൊരു വിടുത്തും ലെങ്ത്തൊക്കെ ഏറെയാണ്. ഞാൻ യൂസ് ചെയ്യലില്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇവിടെ നമുക്കൊരു പീസ് ഈ ഷോളിൻ്റെ ഒരു ബാക്കി പീസ് ഉണ്ടായിരുന്നു. അതിന് നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് അലാസ്റ്റിക് വെച്ചുകൊണ്ട് അടിക്കണത് ഞാൻ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്യാം. ഇതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് അപ്പോൾ നമുക്ക് 27 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 27 നമുക്ക് ഒരു പകുതിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് 13.5 കിട്ടിയിട്ടുള്ളത്. ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു. അപ്പോൾ ഈ 13.5 ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വിടുത്ത് വന്നിട്ട് ഈ ബാക്ക് ഭാഗത്തേക്ക് കുറച്ച് കഴുത്തലുള്ളൂ. അപ്പോൾ കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഞാൻ ഒരു 3.5 ഇഞ്ചും അതുപോലെ ഇവിടേക്ക് ഒരു 2.5 ഇഞ്ചും എടുത്തിട്ടുള്ളത് വിടുത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ കോളറിന് മടക്കണ പോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 13.5 ഇഞ്ച് നീളവും പിന്നെ ഇവിടെ ഒരു 3.5 ഇഞ്ചും ഇവിടെ ഒരു 2.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഇതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ അലാസ്റ്റിക്കാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 4 ഇഞ്ചിലുള്ള അലാസ്റ്റിക്കാണ് അതിനിടാൻ വിചാരിച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു അടയാളത്തിൽ നമുക്കിത് ചെറുതായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് കണ്ട് അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും കൊണ്ട് കൂട്ടി അടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലൂടെ നമുക്ക് അലാസ്റ്റിക് ഇട്ടിട്ട് വലിക്കണം. എൻഡിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിവിടെ എൻഡിലെത്തിയാൽ ഇതുവഴി പിന്നൂരിയിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ അലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. നെക്കിനെ വട്ടത്തിൽ പിടിച്ചിട്ട് കുറച്ചൊരു ടൈറ്റാക്കിയിട്ടാണ് ഞാൻ അളവ് എടുത്തിട്ടുള്ളത്, അലാസ്റ്റിക്കിൻ്റെ അളവ്. അപ്പോൾ നമുക്കത് രണ്ടും ഇങ്ങനെ കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് പലിച്ചടിച്ചു കൊടുക്കും ചെയ്യുകയാണെങ്കിൽ. നമുക്കിത് ഇവിടെ ഒന്നായിട്ട് കറക്റ്റാക്കി കൊടുക്കാം. ഒന്ന് വലിച്ചാൽ തന്നെ അങ്ങനെ കറക്റ്റാവും. നമുക്കിത് നേരിട്ട് ബാക്കിൽ ഇതിൻ്റെ കഴുത്തിന് വെച്ച് കൊടുക്കാം. ബാക്ക് ഭാഗത്ത് നമുക്ക് ഫസ്റ്റായിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് നമുക്ക് ഫസ്റ്റായിട്ട് തുടങ്ങാം ഇതിൻ്റെ കഴുത്തിന് വെച്ച് കൊടുക്കാൻ.
അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അലാസ്റ്റിക് ഇടുന്ന അവിടെ മാത്രം കുറച്ച് നേരെയുള്ളൂ. പിന്നെ നെക്കിൻ്റെ അവിടെ നമ്മൾ നേരില്ലാതെ നേരിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്ലോത്തിലായിരുന്നു ഞാൻ ആൺകുട്ടികൾക്ക് ഷർട്ട് അടിച്ചത്. ഇതൊരു നെറ്റ് പോലത്തെ ഒരു ക്ലോത്താണ്. ക്ലോത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂലെന്ന്. പക്ഷേ നല്ല ഈസി ആയിരുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ഷർട്ട്. 2 ഷർട്ടാണ് ഒരുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ. ഇതിൻ്റെ കോളറിന് ഞാൻ സ്റ്റിപ്പില്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി അധികം റെഡിമെയ്ഡ് ഷർട്ടുമല്ല നമ്മളിങ്ങനെ സ്റ്റിപ്പ് കാണില്ല, പോക്കറ്റ് കാണില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലിൻ്റെ മുകളിലിട്ട ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ ഡ്രസ്സ് ചെയ്യുന്ന വർക്കുമായിട്ട് പിന്നെ വരാം.